ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2022 റിലീസ് ചെയ്ത ഇന്ത്യൻ ലോക്ക്ഡൗൺ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ലോക്ക്ഡൗൺ കാരണം കുറച്ച് വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ മൂവിയുടെ തീം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ മിസ്റ്റർ റാവുവിനെയാണ് കാണിക്കുന്നത്. അയാൾ തൻ്റെ മകൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് എല്ലാം വാങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഡ്രസ്സ് എല്ലാം വാങ്ങിയതിനു ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റാവു തൻ്റെ നൈബറായിട്ടുള്ള മിസ്റ്റർ ശുക്ലയെ വഴിയിൽ വെച്ച് കാണുന്നു. എന്നാൽ ആ സമയം ശുക്ല റാവുവിനോട് എന്തിനാണ് മാസ്ക് എല്ലാം വെച്ചിരിക്കുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ റാവു ചൈനയിൽ കൊറോണ എന്ന വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായി എന്ന കാര്യമെല്ലാം ശുക്ലയോട് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ശുക്ല ഇതെല്ലാം തട്ടിപ്പാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവിടെ കച്ചിത് ബീച്ചിൽ സംസാരിച്ചിരിക്കുന്ന പാലക്കിനെയും ദേവിനെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ദേവ് അടുത്ത ആഴ്ച തന്റെ മാമൻ ഷിംലയിലേക്ക് പോകുമെന്നും അതിനുശേഷം അവർക്ക് മാമന്റെ ഫ്ലാറ്റിൽ കയറി റൊമാൻസ് എല്ലാം ചെയ്യാം എന്ന കാര്യമെല്ലാം പറയുന്നു. പാലക്കിന് ദേവിന്റെ ഈ ഐഡിയ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവിടെ കച്ചിത് മുംബൈയിലെ ഒരു ധാരാവിയാണ് കാണിക്കുന്നത്. അവിടെ മാധവ് അയാളുടെ ഭാര്യയോടൊപ്പം ഒരു ചെരുപ്പ് കടയിൽ ചെരുപ്പെല്ലാം ശരിയാക്കാൻ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ആ കടക്കാരൻ ആ ചെരുപ്പ് ഇനി ശരിയാക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് അവരോട് പുതിയത് വാങ്ങാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. അവിടെ കച്ചിത് രാത്രിയിൽ മുംബൈയിലെ ഒരു റെഡ് ലൈറ്റ് ഏരിയയാണ് കാണിക്കുന്നത്. അവിടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അവരുടെ കസ്റ്റമറിനോടൊപ്പം ഫിസിക്കൽ റിലേഷനിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ കച്ചിത് തന്റെ മകളോട് വീഡിയോ കോൾ എല്ലാം ചെയ്തിരിക്കുന്ന മിസ്റ്റർ റാവുവിനെയാണ് കാണിക്കുന്നത്. മകൾ അവളുടെ ഡെലിവറി ഡേറ്റ് അടുത്താവാറായെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛൻ ഹൈദരാബാദിൽ അവളുടെ അടുത്തേക്ക് വരണം എന്ന കാര്യമെല്ലാം പറയുന്നു. ഇതേസമയം മിസ്റ്റർ റാവുവിന് വേണ്ട ലഞ്ച് എല്ലാം പാക്ക് ചെയ്യുന്ന മാധവന്റെ ഭാര്യയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. റാവു അവളോട് നാട് മുഴുവൻ കൊറോണ പടർന്നു പിടിക്കുകയാണെന്നും അതുകൊണ്ട് ഇനി മുതൽ ജോലിക്ക് വരണ്ട എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട അവൾ നിങ്ങൾ ജോലി തരാതെ ഞങ്ങളെ പോലെയുള്ളവർ എങ്ങനെയാണ് ജീവിക്കുക എന്നെല്ലാം റാവുവിനോട് ചോദിക്കുന്നു. അവിടെ കച്ചിത് പാനിപൂരി എല്ലാം വെക്കുന്ന മാധവനെയാണ് കാണിക്കുന്നത്. ആ സമയം പലിശക്കാരൻ അയാളുടെ കടയിൽ വന്ന് പൈസ ഒന്നും കിട്ടാത്തതിന്റെ പേരിൽ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നു. എന്നാൽ മാധവ് ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്ത് തരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം അവിടെ വെച്ച് സോൾവ് ചെയ്യുന്നു. അവിടെ കച്ചിത് ഫ്ലാറ്റിൽ തന്റെ കാറെല്ലാം പാർക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന പൈലറ്റ് ആയിട്ടുള്ള ആൽവിസിനെയാണ് കാണിക്കുന്നത്. ആ സമയം അവരുടെ പാർക്കിംഗ് സ്പേസിൽ വേറെ ആരോ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് അവൾ സെക്യൂരിറ്റിയോട് ചെന്ന് അതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്നു. എന്നാൽ ആ സമയം അവിടേക്ക് കയറി വന്ന ദേവ് ഇതെല്ലാം കണ്ട് ആൽവിസിന് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു കൊടുക്കുന്നു. ഇതിലൂടെ അവർ തമ്മിൽ ഒരു സൗഹൃദം എല്ലാം ക്രിയേറ്റ് ആവുന്നു. അവിടെ കച്ചിത് ദേവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി കള്ളമെല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന പാലക്കിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവളുടെ അച്ഛൻ ഇനി 21 ദിവസത്തേക്ക് രാജ്യത്ത് ലോക്ക്ഡൗൺ ആണെന്നും അതുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നെല്ലാം അവളോട് പറയുന്നു. അവിടെ കച്ചിത് റെഡ് ലൈറ്റ് ഏരിയയിലെ ബോസ് ആയ വ്യക്തി അവിടുത്തെ പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് ഇനി 21 ദിവസത്തേക്ക് ലോക്ക്ഡൗൺ ആണെന്നും അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ എല്ലാം പെട്ടെന്ന് ഹാൻഡിൽ ചെയ്ത് വിടാനെല്ലാം അവളോട് പറയുന്നു. അവിടെ കച്ചിത് മിസ്റ്റർ റാവുവിനെയാണ് കാണിക്കുന്നത്. അയാൾ എയർലൈൻ കമ്പനിയെ കോൾ ചെയ്തുകൊണ്ട് അയാളുടെ ഹൈദരാബാദിലേക്ക് പോകാനുള്ള ടിക്കറ്റിനെ പറ്റിയുള്ള കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവർ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത കാര്യമെല്ലാം അയാളോട് പറയുന്നു. അവിടെ കച്ചിത് ധാരാവിയിലെ തന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന മാധവിനെയും അയാളുടെ ഭാര്യയെയും മക്കളെയുമാണ് കാണിക്കുന്നത്. അയാളുടെ ഭാര്യ ഈ മാസത്തെ വാടകയൊന്നും അവർ കൊടുത്തിട്ടില്ലെന്നും ഇനി ജോലിയില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുക എന്ന കാര്യമെല്ലാം അയാളോട് ചോദിക്കുന്നു. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ കടയിൽ നിന്നും സാധനങ്ങളെല്ലാം വാങ്ങാൻ നിൽക്കുന്ന മാധവനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അതിലൂടെ പോയിരുന്ന കുറച്ച് പലിശക്കാർ മാധവനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. മാധവ് തന്റെ കയ്യിലുള്ള പൈസ എല്ലാം കഴിഞ്ഞതുകൊണ്ട് വീട്ടിലെ TV എല്ലാം കൊണ്ട് വിറ്റ് ആ പൈസ കൊണ്ട് വീട്ടിലെ ചെലവെല്ലാം മുന്നോട്ട് നീക്കുന്നു. ആ സമയം ആ കടയിലെ വ്യക്തി ഇവിടുത്തെ കുറച്ച് പേർ നടന്നുകൊണ്ട് അവരുടെ ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട് എന്ന കാര്യമെല്ലാം മാധവനോട് പറയുന്നു. ഇതറിഞ്ഞ അവന് ഇത് ഒരു നല്ല ആശയമാണ് എന്ന് തോന്നിക്കൊണ്ട് അവൻ ആ മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവർ പോലീസ് കാണാതെ രാത്രിയിൽ ആ നാട്ടിൽ നിന്നും രക്ഷപ്പെടാം എന്നെല്ലാം പ്ലാൻ ചെയ്യുന്നു. അവിടെ കച്ചിത് റെഡ് ലൈറ്റ് ഏരിയയാണ് കാണിക്കുന്നത്. ആ സമയം അവിടുത്തെ ബോസ് അവിടുത്തെ പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് ഇനി മുതൽ വീഡിയോ കോളിലൂടെ കസ്റ്റമേഴ്സിനെ കോൾ ചെയ്തുകൊണ്ട് പൈസ എല്ലാം ഉണ്ടാക്കാം എന്ന ടെക്നിക്ക് എല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ കച്ചിത് തന്റെ വീടെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ റാവുവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം വേസ്റ്റ് എല്ലാം പുറത്തു വെക്കാമെന്ന അയാളുടെ അടുത്തേക്ക് മിസ്റ്റർ ശുക്ല സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നു. എന്നാൽ ഇത് കണ്ട റാവു എല്ലാവരുടെയും കൊറോണയാണെന്നും അതുകൊണ്ട് അയാളോട് കുറച്ച് ഡിസ്റ്റൻസ് എല്ലാം കീപ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. ഇത് കേട്ട ശുക്ല റാവുവിനെ പേടിത്തൊണ്ടനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവിടെ കച്ചിത് ഫ്ലാറ്റിലെ തന്റെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കുന്ന ദേവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ആൽവിസ് കാണുന്നുണ്ടായിരുന്നു. ആൽവിസ് അവനോട് അവൾ വെറൈറ്റി ഡിഷസ് എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് അന്ന് രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി അവരുടെ ഫ്ലാറ്റിലേക്ക് അവനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവിടെ കച്ചിത് ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി തന്റെ ഭാര്യയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന മാധവനെയാണ് കാണിക്കുന്നത്. മാധവ് ഇവിടെ നിന്നാൽ ജോലിയില്ലാതെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്നും ഗ്രാമത്തിൽ പോയാൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട്
അതുകൊണ്ട് അവിടെ നിന്നും ഗ്രാമത്തിലേക്ക് ആ കൂട്ടത്തോടൊപ്പം നടന്നു പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവിടെ കച്ചേത് തന്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്ന റാവുവിനെയാണ് കാണിക്കുന്നത്. ആ സമയം വാച്ച്മാൻ ശുക്ലയ്ക്ക് കോവിഡ് പോസിറ്റീവ് ആയെന്നും അതുകൊണ്ട് റാവുവിനോട് ക്വാറന്റൈനിൽ പോകാനെല്ലാം ആവശ്യപ്പെടുന്നു. അവിടെ കച്ചേത് ആൽവിസിന്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി ചെന്നിരിക്കുന്ന ദേവിനെയാണ് കാണിക്കുന്നത്. ആ സമയം അവൾ പൈലറ്റിന്റെ കോസ്റ്റ്യൂമിൽ അവനെ വെൽക്കം ചെയ്യുന്നതെല്ലാം കണ്ട് അവൻ എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ്യൂം എല്ലാം ധരിച്ചിരിക്കുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ആൽവിസ് അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം പറക്കാതെ ഇരിക്കുന്നത് എന്ന കാര്യമെല്ലാം അവനോട് പറയുന്നത്. അവിടെ കച്ചേത് കുറെ ദൂരം നടന്നതിനു ശേഷം ഒരു പൈപ്പിൻ ചുവട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധവന്റെയും കുടുംബത്തെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ചു പേർ മാധവന്റെ ഭാര്യയെ പറ്റി പരസ്പരം മോശമായിട്ടെല്ലാം സംസാരിക്കുന്നു. അവിടെ കച്ചേത് ശുക്ല മരിച്ച വിവരമെല്ലാം റാവുവിനോട് പറയുന്ന അയാളുടെ നൈബറെയാണ് കാണിക്കുന്നത്. ഈ വിവരം പറഞ്ഞ് അയാൾ മൊത്തത്തിൽ ഷോക്കാവുന്നു. അയാൾ ഉടനെ തന്നെ മെഡിക്കൽ ടീമിനെ വിളിച്ചുകൊണ്ട് ഒരു കോവിഡ് ടെസ്റ്റ് എല്ലാം നടത്തുന്നു. അവിടെ കച്ചേത് പാലക്കിനെയാണ് കാണിക്കുന്നത്. അവൾ അവളുടെ അമ്മയോട് കുറച്ച് ബുക്സ് എല്ലാം എടുക്കാനുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മയുടെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നു. എന്നാൽ ആ സമയം അവളുടെ അച്ഛൻ വന്ന് പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങുന്ന വ്യക്തികളെ അടിച്ചോടിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുന്നു. അവിടെ കച്ചേത് റാവുവിന്റെ കോവിഡ് ടെസ്റ്റ് റിസൾട്ട് എല്ലാം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയം നെഗറ്റീവ് റിസൾട്ട് വന്നത് കണ്ട് അയാൾ വളരെയധികം സന്തോഷിക്കുന്നു. അവിടെ കച്ചേത് താൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ച പ്ലാൻ എല്ലാം പാളിപ്പോയതിനെ പറ്റിയെല്ലാം കാമുകനോട് പറയുന്ന പാലക്കിനെയാണ് കാണിക്കുന്നത്. ആ സമയം അവൻ അവളോട് ലോക്ക്ഡൌൺ കഴിഞ്ഞ ഉടൻ തന്നെ അവർക്ക് പരസ്പരം മീറ്റ് ചെയ്യാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിക്കുന്നു. അവിടെ കച്ചേത് മാധവനെയും അയാളുടെ കുടുംബത്തെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവരുടെ കൂട്ടത്തിലെ ഒരു വ്യക്തി മാധവ് അയാളുടെ ഭാര്യയുടെ അടുത്ത് നിന്ന് മാറിയ സമയത്ത് അവളോട് മോശമായിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇതെല്ലാം പറഞ്ഞ മാധവ് അയാളോട് ദേഷ്യപ്പെടുന്നത് കണ്ട് ആ കൂട്ടത്തിലുള്ളവർ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവിടെ കച്ചേത് തന്റെ മകളുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന മിസ്റ്റർ റാവുവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അയാളുടെ ഡ്രൈവറെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ധാരാവിൽ മുഴുവൻ കൊറോണ ആയതുകൊണ്ട് അയാൾക്ക് വരാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ജോലിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ഇതെല്ലാം കേട്ട റാവു വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അയാൾ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് ഹൈദരാബാദിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. കുറെ ദൂരം ഡ്രൈവ് ചെയ്തതിനു ശേഷം അയാൾ രാത്രി ഒരു പെട്രോൾ പമ്പ് വണ്ടിയെല്ലാം ഒതുക്കിക്കൊണ്ട് അവിടെ കിടന്നുറങ്ങുന്നു. അവിടെ കച്ചേത് ആൽബിസിന് പാഴ്സലെല്ലാം കൊണ്ടു കൊടുക്കാൻ വന്നിരിക്കുന്ന ദേവിനെയാണ് കാണിക്കുന്നത്. ആ സമയം അവൾ അവനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവന്റെ ഒപ്പം ഇരുന്ന് ഡ്രിങ്ക്സ് എല്ലാം കഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഡ്രിങ്ക്സിന്റെ പുറത്ത് അവൻ അവളോട് ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അതറിഞ്ഞ അവൾ അവനെ തട്ടിമാറ്റിക്കൊണ്ട് അവനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. അവിടെ കച്ചേത് നടന്ന് തളർന്നത് കൊണ്ട് മക്കളെ ഒരു വശത്തിരുത്തിക്കൊണ്ട് ഫുഡെല്ലാം അന്വേഷിച്ചു പോകുന്ന മാധവനെയാണ് കാണിക്കുന്നത്. ഇതേ സമയം പമ്പിൽ നിന്നും തന്റെ രാവിലത്തെ യാത്ര തുടങ്ങുന്ന റാവുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കച്ചേത് തന്റെ ഫ്ലാറ്റിന്റെ കോളിമേലെല്ലാം അടിക്കുന്നത് കേട്ട് ഡോർ തുറന്നു നോക്കുന്ന ദേവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവന്റെ കാമുകിയായ പാലക് അവന്റെ മെത്തിക്ക് ചാടി വീഴുന്നു. പാലക് അവനെയും കൂട്ടിക്കൊണ്ട് റൂമിൽ പോയി റൊമാൻസ് എല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ കച്ചേത് ഫുഡുമായി തന്റെ മക്കളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന മാധവനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ആ ലഞ്ച് ബോക്സ് കണ്ട മാധവന്റെ ഭാര്യയ്ക്ക് അത് താൻ മുമ്പ് വർക്ക് ചെയ്യുന്ന ഫ്ലാറ്റിലെ റാവുവിന്റെ ലഞ്ച് ബോക്സ് ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അവൾ അവനോട് ഈ ഫുഡ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഫ്ലാഷ് ബാക്കിൽ മിസ്റ്റർ റാവുവിന്റെ കാറിന് മുമ്പിൽ വട്ടം ചാടുന്ന മാധവനെയാണ് കാണിക്കുന്നത്. എന്നാൽ അയാൾ കാർ നിർത്താതെ പോയ ദേഷ്യത്തിൽ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്ത് നേരെ വണ്ടിയുടെ നേരെ എറിയുന്നു. എന്നാൽ വണ്ടിയുടെ പിന്നിൽ കല്ല് വന്ന് തറച്ചതും റാവുവിന്റെ കയ്യിൽ നിന്നും വണ്ടിയുടെ കൺട്രോളെല്ലാം നഷ്ടപ്പെട്ട് ഒരു മരത്തിലടിച്ച് അയാൾ അവിടെ വെച്ച് മരണപ്പെടുന്നു. പ്രസന്റിൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയുടെ മുമ്പിലിരുന്ന് കരയുന്ന മാധവനെയാണ് കാണിക്കുന്നത്. ഫുഡെല്ലാം കഴിച്ചതിനു ശേഷം അതിലൂടെ വന്ന ഒരു ലോറിയിൽ കയറിക്കൊണ്ട് അവർ അവരുടെ ഗ്രാമത്തിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.